നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സ് ആണ്. ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സ്. ഈ ഒരു വ്യക്തി വളരെയധികം അതായത് ഒരു വിശ്വാസിയാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോടൊത്തുള്ള ഈ ഒരു ബന്ധത്തിൽ സത്യസന്ധമായ ഒരു സ്നേഹം നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി പാരമ്പര്യമായ കാര്യങ്ങളെ പിന്തുടരുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം അതായത് ഒരു തരത്തിലുള്ള കള്ളത്തരങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം വളരെയധികം സത്യമായ ഒരു സ്നേഹമായിട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം പക്വതയുള്ള ഒരു വ്യക്തിയുടെ എനർജിയൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് നോക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളത്. സിക്സ് ഓഫ് കപ്സിന്റെ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിലല്ല, നിങ്ങളുടെ മുൻ ജന്മത്തിലും ഒരു ബന്ധം ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ മുൻപുണ്ടായിരുന്ന ചില നല്ല നിമിഷങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ഓർക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്. എംപ്രസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ ഒരു എംപ്രസ് ആയിട്ട് ഈ ഒരു വ്യക്തി കാണുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങൾ വളരെയധികം ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം സൗന്ദര്യമുള്ള ഒരു വ്യക്തിയാണ്. ഏത് കാര്യവും നല്ല രീതിയിൽ ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നതായിട്ടാണ് ഈ ഒരു എംപ്രസ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളോട് തുറന്നു പറയണമെന്നില്ല. അതായത് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം അതായത് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങളെക്കുറിച്ച് കുറച്ച് നല്ല രീതിയിൽ നിങ്ങളോട് തന്നെ പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ആ ഒരു കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്. ടെൻ ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. എന്തോ ഒരു കാര്യം ഇവരെ വിഷമിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം ഈ ഒരു അടുത്ത സമയത്തായിട്ട് സംഭവിച്ച ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യം അതായത് വളരെയധികം മുറിവ് ഇവരുടെ മനസ്സിൽ ആ ഒരു കാര്യത്തിലൂടെ ഏറ്റിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ഇവർ നിങ്ങളോട് തുറന്നു പറയില്ല. ഒരുപക്ഷെ ഈ ഒരു നിങ്ങൾ എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും തരത്തിൽ ഈ ഒരു വ്യക്തിയെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അത് ഈ ഒരു വ്യക്തിയെ വളരെയധികം വേദനിപ്പിച്ച ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്. ടെൻ ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളോടൊത്ത് സന്തോഷപൂർണമായ ഒരു ഫാമിലിയാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ അതുപോലെ തന്നെ മുന്നോട്ട് നിങ്ങൾ എപ്പോഴും ഇവരുടെ കൂടെ വേണം. അതുപോലെ തന്നെ ഇവർ കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു ബന്ധത്തിൽ ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജിയൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്. പേജ് ഓഫ് വാൻഡ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾ അറിയാതെ നിങ്ങളെ നിരീക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ദൂരെ നിന്നും മാറി നിരീക്ഷിക്കുന്ന ഒരു എനർജി ഒക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് വിദേശത്ത് എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ആ ഒരു എനർജി ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്. പേജ് ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. എന്തോ ഒരു കാര്യത്തിൽ ഈ ഒരു വ്യക്തി എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുമെന്നാണ് കാണിക്കുന്നത്. അതായത് ഇത്രയും കാലം ഈ ഒരു വ്യക്തി എന്തെങ്കിലും തീരുമാനം എടുക്കുവാനായിട്ട് കുറച്ച് സമയം എടുത്തിരുന്നുവെങ്കിൽ ഇനി വളരെ വേഗത്തിൽ അവർ ഒരു തീരുമാനം എടുക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു പേജ് ഓഫ് സോർട്സ് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിയുടെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്നുള്ളത്.
നമുക്കിവിടെ സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങളെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന കാര്യമാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നിങ്ങൾ വളരെയധികം സ്നേഹമുള്ളൊരു വ്യക്തിയാണെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ പരിപാലിക്കുന്ന ഒരു വ്യക്തിയായിട്ടും നിങ്ങളെ ഇവർ കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇവിടെ ഹെൽത്തിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ആരോഗ്യ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരെയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികളോട് നിങ്ങൾക്ക് വളരെയധികം കരുണയോട് കൂടി പെരുമാറുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര ദേഷ്യമുണ്ടെങ്കിലും, ഒരുപക്ഷെ ഈ ഒരു വ്യക്തി വളരെയധികം ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു വ്യക്തിയുടെ ദേഷ്യം പോലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മാറ്റാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തായിരിക്കും ആ ഒരു വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്. പേജ് ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് വളരെയധികം ഒരു നിഷ്കളങ്കമായ ഒരു സ്നേഹം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി കുഞ്ഞുങ്ങളോടൊക്കെ വളരെയധികം സ്നേഹമുള്ള ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ചില സമയത്തെ ഒരു സ്വഭാവം കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുമായിരിക്കും കുട്ടികളുടേതായ ഒരു സ്വഭാവം ഈ ഒരു വ്യക്തിക്കുണ്ടെന്ന്. അത്തരത്തിലൊക്കെയുള്ള ഒരു എനർജി ആയിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. എന്തോ ഒരു കാര്യം തീരുമാനിച്ച് ഉടൻ തന്നെ ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളെ കാണാൻ വരുന്ന ഒരു എനർജിയൊക്കെ നമുക്കിവിടെ ഈ ഒരു പേജ് ഓഫ് കപ്സ് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഒരു യാത്രയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവർ നിങ്ങളെ കാണാൻ വരുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട്. അവരുടെ ആ ഒരു സ്നേഹം, അവരുടെ ഉള്ളിൽ ഇത്രയും കാലം അടക്കിയിരുന്ന ആ ഒരു പ്രണയമൊക്കെ നിങ്ങളോട് തുറന്നു പറയാൻ വരുന്ന ഒരു എനർജിയാണ് നമുക്ക് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആയിട്ട് ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.